ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. നീണ്ട ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദേശം ഒരു വർഷമായെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വീണ്ടും മന്ന കിച്ചണിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുവാണ്. ഞാനൊന്ന് ജർമ്മൻ പഠിക്കാൻ പോയതായിരുന്നു. ഈ ഒരു വീഡിയോ ഒരു വർഷം മുമ്പ് പഠിക്കാൻ പോണതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള 1 kg ബേസിക് വാനില സ്പോഞ്ച് കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു. അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വാനില സ്പോഞ്ച് കേക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം 2-3 തവണ നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതിയാവും. കുറേ നാളായില്ലോ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഐഡിയാസൊന്നും ഇല്ല എന്ത് റെസിപ്പി ഇടണമെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഇതുപോലെ നല്ല പതഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം മുട്ടയും പഞ്ചസാരയും വാനില എസൻസ് എല്ലാം കൂടി ഒന്നിച്ച് ബീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നതിന് ശേഷമാണ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പഞ്ചസാരയൊക്കെ മുഴുവനും ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് നന്നായിട്ട് പോയിക്കോളും. ഈ കൂടെ ഉണ്ടെങ്കിൽ ഒരു നുള്ള് മിൽക്ക് എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ നല്ല ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്. ഒന്നിച്ചൊഴിച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ ലൂസായി പോവും, കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ഒരു 3-4 തവണയായിട്ട് ചേർത്തിട്ട് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ മുഴുവൻ പാലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബീറ്ററിൻ്റെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് സമയം മാറ്റം വരും. അങ്ങനെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ഒട്ടിച്ചിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം മുതലേ ഈ രീതിയിലുള്ള കട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കേക്ക് ലെയർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയുള്ള കട്ടർ ഉപയോഗിക്കുന്നവർ കമൻറ്റ് ചെയ്യണേ. വളരെ ഈസി ആൻഡ് സിമ്പിളാണ്. അതായത് തുടക്കക്കാർക്കൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി നാൾ, ഏകദേശം 1 വർഷം മേലെയായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. എല്ലാവർക്കും വേണ്ട റെസിപ്പീസൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്പോഞ്ച് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നല്ല ഉള്ളിൽ നല്ല വെള്ള കളറും അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.